ശക്തമായ മഴ തുടരുന്ന ഇടുക്കിയിൽ 25 വീടുകൾ തകർന്നു. കനത്ത മഴയെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലിൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മൂന്നാർ ഗ്യാപ് റോഡിലെ രാത്രികാല യാത്രാ നിരോധനം 30 വരെ നീട്ടി. ദേശീയപാത നിർമ്മാണം നടക്കുന്ന ഇരുട്ടുകാനത്ത് റോഡ് ഇടിഞ്ഞ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. ഇടുക്കി ജില്ലയിലെ 3 ചെറു ഡാമുകളും തുറന്നിട്ടുണ്ട്. ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയിൽ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്നും അവധി പ്രഖ്യാപിച്ചു. ഉടുമ്പൻചോല, ദേവികുളം, തൊടുപുഴ, ഇടുക്കി താലൂക്കുകളിലാണ് 24 വീടുകൾ ഭാഗികമായും ഒരെണ്ണം പൂർണ്ണമായും തകർന്നത്. പീരുമേട് താലൂക്കിലെ ലയങ്ങളും തകർന്നു. കുമളി, പീരുമേട്, വണ്ടിപ്പെരിയാർ, കുട്ടിക്കാനം, വാഗമൺ പ്രദേശങ്ങളിലും ശക്തമായ കാറ്റും മഴയുമുണ്ടായി. ജില്ലയിൽ ഒരു ദുരിതാശ്വാസ ക്യാമ്പും തുറന്നിട്ടുണ്ട്. മൂന്നാർ മൗണ്ട് കാർമൽ പാരിഷ് ഹാളിൽ തുറന്ന ദുരിതാശ്വാസ ക്യാമ്പിൽ 5 കുടുംബങ്ങളിലെ 22 പേരെയാണ് മാറ്റി പാർപ്പിച്ചത്. കരടിപ്പാറയ്ക്ക് സമീപം മണ്ണിടിച്ചിലുണ്ടായതിനാൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഇരുട്ടുകാനത്തു നിന്നും കല്ലാർ, വട്ടിയാർ വഴി 2-ാം മൈൽ വരെയുള്ള ഭാഗത്തെ ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു. കൊച്ചിയിൽ നിന്നും മൂന്നാർ പോകുന്ന വാഹനങ്ങൾ ഇരുട്ടുകാനത്തു നിന്നും ആനച്ചാൽ 2-ാം മൈൽ വഴി പോകണം. മൂന്നാറിൽ നിന്നും കൊച്ചി ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ 2-ാം മൈലിൽ നിന്നും ആനച്ചാൽ ഇരുട്ടുകാനം വഴിയാണ് പോകേണ്ടത്. നിലവിൽ ഇടുക്കി, മുല്ലപ്പെരിയാർ അണക്കെട്ടുകളിൽ ജലനിരപ്പ് ആശങ്കപ്പെടേണ്ട സാഹചര്യത്തിലല്ല. 2331.62 അടിയാണ് ഇടുക്കി ഡാമിലെ ജലനിരപ്പ്. മുല്ലപ്പെരിയാറിൽ 118.1 അടിയാണ് ജലനിരപ്പ്. ഹൈറേഞ്ചിലെ പ്രധാന റോഡുകൾ മരങ്ങൾ കടപുഴകാൻ സാധ്യതയുള്ളതിനാൽ അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. ചെറുഡാമുകളായ കല്ലാർകുട്ടി, ലോവർ പെരിയാർ, മലങ്കര ഡാമുകളുടെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തി വെള്ളം പുറത്തേക്ക് ഒഴുക്കുകയാണ്. വീണ്ടും മഴ കനത്താൽ കൂടുതൽ ജലം പുറത്തേക്ക് ഒഴുക്കേണ്ടി വരും. മുതലപ്പുഴയാർ, പെരിയാർ, തൊടുപുഴ, മൂവാറ്റുപുഴ ആറുകളുടെ ഇരുവശങ്ങളിലുമുള്ളവർ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം. ന്യൂസ് മലയാളം, ഇടുക്കി.